കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള രഹസ്യ നീക്കവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പിന്തുണ കൂടി ഇവർക്കുണ്ടെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ. കോൺഗ്രസിലെ വിഭാഗീയതയ്ക്കും ഗ്രൂപ്പ് പോരിനും താൽക്കാലിക ഇടവേള ലഭിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഇലക്ഷൻ കഴിഞ്ഞു, തമ്മിലടികളും പാരപണിയലുമൊക്കെ വീണ്ടും ശക്തമാവുകയും ചെയ്തു. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ സുധാകരൻ മത്സരശേഷം തിരിച്ചെത്തി വീണ്ടും കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതോടെയാണ് അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസനെ ചുമതലയേൽപ്പിച്ചിരുന്നു. എന്നാൽ താൽക്കാലിക ചുമതലയ്ക്ക് പകരം ഹസനെ തന്നെ തുടർന്നും പ്രസിഡന്റാക്കാനുള്ള നീക്കമാണ് ഒരു വിഭാഗം പ്രവർത്തകർ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരോക്ഷ പിന്തുണ ഈ നീക്കത്തിന് പുറകിലുണ്ടെന്നാണ് കെ സുധാകരനോടൊപ്പമുള്ളവർ ആരോപിക്കുന്നത്. ഇതോടെ ക്ഷുഭിതനായ സുധാകരൻ പരസ്യമായി പൊട്ടിത്തെറിച്ചു. കാര്യങ്ങൾ അപകടാവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ KC വേണുഗോപാൽ വിവരങ്ങൾ AICC നേതൃത്വത്തെ ധരിപ്പിച്ചു. തുടർന്ന് ദേശീയ നേതൃത്വം ഇടപെട്ടാണ് സുധാകരന് അധ്യക്ഷ സ്ഥാനം തിരികെ കിട്ടിയത്. ഇതിനെ തുടർന്നാണ് കോൺഗ്രസിലെ A വിഭാഗം നേതാക്കൾ ഡൽഹിയിലെത്തി നേതാക്കളെ കണ്ട് പരാതി അറിയിച്ചത്. പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ സുധാകരൻ വലിയ പരാജയമാണെന്നും പാർട്ടിക്ക് ബാധ്യതയുണ്ടാക്കുന്നു എന്നതല്ലാതെ ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഒന്നും സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് എതിർവിഭാഗത്തിന്റെ ആരോപണം. സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നില്ല, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പോലും പാർട്ടിയിൽ നിന്നും അകറ്റി, നിർണായക സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടക്കാരെ തിരികെ കയറ്റി തുടങ്ങി ഒട്ടേറെ പരാതികൾ ദേശീയ നേതൃത്വത്തിന് ഇവർ നൽകിയിട്ടുണ്ട്. കൂടാതെ സമരാഗ്നി യാത്രയിലടക്കം നടത്തിയ വിവാദ പരാമർശങ്ങളും അശ്ലീല ചുവയുള്ള ഭാഷാ പ്രയോഗങ്ങളുമെല്ലാം പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നും ഇവർ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം UDFന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത പൊട്ടിത്തെറികളായിരിക്കും. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറി നിൽക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് പ്രതിരോധമുയർത്താനുള്ള നീക്കങ്ങൾ സുധാകര പക്ഷവും ആരംഭിച്ചിട്ടുണ്ട്. വി.ഡി. സതീശനെതിരെ പടയൊരുക്കം നടത്താനാണ് അവരുടെ നീക്കം. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം വേണ്ട വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വി.ഡി. സതീശന് കഴിഞ്ഞില്ല എന്നാണ് ഇവർ ഉയർത്തുന്നത്. കൂടാതെ ആദ്യകാലത്ത് പാർട്ടിയെ നയിച്ചിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തന ശൈലി കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന വികാരവും അതിശക്തമായി സുധാകര പക്ഷം ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോയാൽ അത് അധ്യക്ഷൻ സുധാകരന്റെ വീഴ്ചയായി ചിത്രീകരിക്കാൻ ഒരു വിഭാഗം ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വീഴ്ചയാണ് കാരണമെന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് മറുവിഭാഗം നടത്തുന്നത്. പ്രവർത്തന മികവില്ലാതെ വിവാദങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന സുധാകരനെ ഇനിയും അധ്യക്ഷനായി തുടരാൻ അനുവദിക്കരുതെന്ന വാദത്തിനാണ് മുൻതൂക്കം. അതേസമയം സുധാകരനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളാൻ ദേശീയ നേതൃത്വത്തിനും പരിമിതികൾ ഏറെയാണ്. വേണ്ടിവന്നാൽ BJPയിലേക്ക് പോകുമെന്ന സുധാകരന്റെ ഭീഷണിയെ ദേശീയ നേതൃത്വവും ഭയക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. നിർബന്ധിച്ച് അധ്യക്ഷ കസേരയിൽ നിന്നും സുധാകരനെ ഇറക്കിയാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്.